ലയണൽ മെസ്സിയും എർലിംഗ് ഹാലൻഡും ഫിഫ ബെസ്റ്റ് പ്ലെയർ മെൻസ് അവാർഡിൽ തുല്യമായ സ്കോറായ 48 പോയിന്റാണ് നേടിയത്. പക്ഷേ മെസ്സിക്ക് എങ്ങനെ ഈ അവാർഡ് വിൻ ചെയ്യാൻ സാധിച്ചു? ഈ ഒരു അവാർഡ് കണക്കാക്കുന്നത് ഡിസംബർ 19, 2022, അതായത് വേൾഡ് കപ്പ് കഴിഞ്ഞ അടുത്ത ദിവസം തൊട്ട് ഓഗസ്റ്റ് 2023 വരെയുള്ള അച്ചീവ്മെന്റ്സ് നോക്കിയാണ്. ആ ഒരു കാലയളവിൽ മെസ്സി നേടിയ ടൈറ്റിൽ ലീഗ് 1 ടൈറ്റിൽ, അതുപോലെ തന്നെ ലീഗ് 1 ബെസ്റ്റ് ലെവലിലും ഇടം നേടാൻ സാധിച്ചു. അതേ സമയത്ത് ഹാലൻഡ് നേടിയത് പ്രീമിയർ ലീഗ്, ചാമ്പ്യൻസ് ലീഗ്, FA കപ്പ്, പ്രീമിയർ ലീഗിലും ചാമ്പ്യൻസ് ലീഗിലും ടോപ്പ് സ്കോറർ ആവാനും ഹാലൻഡ് സാധിച്ചു. ഈ ഒരു അവാർഡ് കൊടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ വോട്ടിങ്ങിലൂടെയാണ്. ഇതിൽ വോട്ട് ചെയ്യുന്നത് ഫാൻസ് ഉണ്ട്, മീഡിയാസ് ഉണ്ട്, കോച്ചസ് ഉണ്ട്, ക്യാപ്റ്റൻ ഉണ്ട്. ഫാൻസും ക്യാപ്റ്റനും വോട്ട് ലീഡ് ചെയ്തത് മെസ്സിയാണ്. അതേസമയം കോച്ചസും മീഡിയയും വോട്ട് ലീഡ് ചെയ്ത ഹാലൻഡ് ആണ്. അങ്ങനെ വന്നപ്പോൾ ഫിഫ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാപ്റ്റൻസിന്റെ വോട്ട് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് മെസ്സിനെ ബെസ്റ്റ് മെൻസ് പ്ലെയർ അവാർഡ് കൊടുക്കുകയാണ് ഉണ്ടായത്. ഈ ഒരു വോട്ടിംഗ് രീതിയെ കുറിച്ച് കമന്റ് ചെയ്യുക. ക്യാപ്റ്റൻസിന്റെ വോട്ടിംഗ് കറക്റ്റ് ആയിരുന്നോ?